സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം വാക്യങ്ങൾ 12 മുതൽ. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവദിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവ് എന്നോട് കൂടെയുണ്ട്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെ കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ആകട്ടെ എന്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ഈശോ മിശിഹായുടെ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിലൂടെ ലോകത്തിന്റെ പ്രകാശമായിട്ട് കർത്താവ് തന്നെ അർപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 12 അധ്യായങ്ങൾ അടയാളങ്ങളുടെ സുവിശേഷമെന്നും അതിനുശേഷമുള്ള അധ്യായങ്ങളെ മഹത്വത്തിന്റെ സുവിശേഷമെന്നും. ഇവിടെ 8-ാമത്തെ അധ്യായം അടയാളങ്ങളുടെ സുവിശേഷത്തിന്റെ ഭാഗത്ത് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ബൈബിൾ ഭാഷ്യം അനുസരിച്ച് അതിന് നാം എപ്പോഴും കൊടുക്കുന്ന ഒന്നാണ് ഏഗോ എയ്മി എന്ന് വെച്ചാൽ ഐ ആം സെയിൻസ് ഓഫ് ദ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു ആരാകുന്നുവെന്ന് ലോകത്തിന്റെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം. ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ നിയോഗത്തിന്റെ പൂർത്തിയെ കുറിച്ച് പറയുന്ന മനോഹരമായ കാഴ്ചപ്പാട്. ഇവിടെ യേശു ക്രിസ്തു പറയുകയാണ്, എന്റെ ജീവിത നിയോഗം എന്നുള്ളത് ലോകത്തിന്റെ പ്രകാശമായിട്ട് മാറാനുള്ളതാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായിട്ടുള്ള ജീവിത നിയോഗങ്ങളുണ്ട്. യേശു ക്രിസ്തുവില് വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത നിയോഗങ്ങൾ 2ആണ്. ഒന്നാമതായിട്ട് ഒരു വ്യക്തി വിശ്വസിക്കണം, രണ്ടാമതായിട്ട് വിശ്വസിക്കുന്നതിനെ സ്നേഹിക്കണം. ഈ 2 ജീവിത നിയോഗങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉള്ളത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, വിശ്വാസം എന്നത് വളരെ ചെറിയ ഒരു വാക്കാണ്. അതിനെ ഒന്ന് വായിച്ചെടുക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് 1 സെക്കൻഡ് മാത്രം മതി. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ചിലപ്പോൾ 1 മിനിറ്റ് മാത്രം മതി. എന്നാൽ അത് മനസ്സിലാക്കാൻ 1 ദിവസം മാത്രം മതിയായിരിക്കാം. പക്ഷേ അത് തെളിയിക്കേണ്ടത് ജീവിതം കൊണ്ടാണ്. ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല. എന്റെ ജീവിതം കൊണ്ട് അടിവരയിട്ട് എപ്പോഴാണോ ഞാൻ എന്റെ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുന്നത്, അവിടെയാണ് എന്റെ ജീവിതത്തിന്റെ 1-ാമത്തെ നിയോഗം പൂർത്തിയാവുക. വിശ്വസിക്കുക എന്നുള്ളത് ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ, മക്കള് മാതാപിതാക്കളെ വിശ്വസിക്കാൻ വേണ്ടി ബാധ്യസ്ഥരാണ് എന്ന് ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല. നാമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ, ചേട്ടന്മാര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എങ്ങാനും ഒരു മുടി വീണുപോയാൽ പെട്ടെന്ന് ചേച്ചിമാര് കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? ഇതാ കാറ്റത്ത് അറിയാതെ പറന്നു വന്നു വീണ ഒരു മുടിയാണെന്ന് ചേട്ടനോട് ആര് പറയും? ചേച്ചി പറയും. എന്നാൽ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ചേട്ടന്റെ ഷർട്ടയില് ഒരു നീളമുള്ള മുടി കണ്ടാല് ചേടുത്തി ഒരിക്കലും, അല്ലെങ്കിൽ ചേച്ചി ഒരിക്കലും പറയത്തില്ല അത് കാറ്റുമൂലം വന്ന ഒരു മുടിയാണെന്ന്. ചേട്ടൻ പറഞ്ഞാല് ചേച്ചി ഒരിക്കലും വിശ്വസിക്കത്തില്ല. പിന്നെ അവിടെ വെറും കാറ്റു മാത്രമായിരിക്കത്തില്ല, മറിച്ച് ഇടിവെട്ടോട് കൂടിയ മഴയായിരിക്കും അവിടെ എപ്പോഴും പെയ്യുന്നത്. കാരണം വിശ്വസിക്കുക എന്നുള്ള ജീവിത നിയോഗത്തെ നമ്മൾ അറിയാതെ മറന്നു പോകുന്നു. 2-ാമതായിട്ട് ഒരു വ്യക്തിയുടെ ജീവിത നിയോഗമാണ് സ്നേഹിക്കുക എന്നുള്ളത്. സ്നേഹമെന്നുള്ള വാക്ക് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരു വ്യക്തി തന്നെ ഇല്ലാതാക്കി മറ്റൊരു വ്യക്തിക്ക് എപ്പോഴാണോ
ജീവൻ കൊടുക്കുന്നത് ആ നിമിഷമാണ്. അതിന് നാം പറയുക സ്നേഹിക്കുക എന്നുള്ളത്. ഭാര്യ തന്നെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് തന്റെ ഹൃദയം എടുത്തുകൊണ്ട് പറയുകയാണ്, ചേട്ടാ ഇനി എന്റെ ഹൃദയം എന്നുള്ളത് നിനക്ക് വേണ്ടി ആണ് എന്ന് വെച്ചാൽ ചേട്ടന് വേണ്ടി ആണെന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അതുപോലെ ചേട്ടനാണെങ്കിൽ തന്റെ ഹൃദയം കരങ്ങളിൽ എടുത്തുകൊണ്ട് പറയുകയാണ്, എടി നിനക്ക് വേണ്ടിയുള്ളതാണ് എന്റെ ഹൃദയം. മക്കളുടെ മുന്നിൽ ഭാര്യയും ഭർത്താവും തങ്ങളുടെ ഹൃദയം എടുത്തു കാട്ടിയിട്ട് പറയുകയാണ്, ഒന്നായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി ഇതാ മുറിച്ചു നൽകുന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചപ്പാട്. അതാണ് ഈ സ്നേഹിക്കുക എന്നുള്ളത്. ഈ സ്നേഹിക്കുക എന്നുള്ള ജീവിത നിയോഗം അതിന്റെ പൂർത്തിയിൽ എത്തുന്നത് 3 ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണ് ഞാൻ കൊടുക്കുന്നത്? മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നാമൊക്കെ ഓർക്കണം, കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായവർ എന്റെ അടുക്കലേക്ക് വരുവിൻ. അതുകൊണ്ട് ഒന്നാമതായിട്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് എന്ത് പ്രതീക്ഷ? നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രതീക്ഷ കൊടുക്കുന്നുണ്ടോ? ചോദിക്കണം നിങ്ങളോട്. രണ്ടാമതായിട്ട് നിങ്ങൾ ചോദിക്കണം, മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ എന്ത് അഗ്നിയാണ് നിങ്ങൾ കൊടുത്തത്? വചനം പറഞ്ഞു വെക്കും, യേശു ക്രിസ്തു പറഞ്ഞു വെക്കും, ഭൂമിയിൽ തീ ഇടാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത്, കൂടെ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ തീക്കട്ട ദിവ്യകാരുണ്യമാകുന്ന അഗ്നിയെ നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ ജീവിതങ്ങളിലെ ആളിക്കത്തിക്കുന്ന നല്ല സ്നേഹത്തിന്റെ അഗ്നി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ചോദിക്കണം നിങ്ങളോട് തന്നെ. മൂന്നാമതായിട്ട് ഒന്നുകൂടിയുണ്ട്, ഉറങ്ങുന്നവരെ ഉണർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ബാലികെ നീ എഴുന്നേൽക്കൂ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കൂ. നിങ്ങളോടും കർത്താവ് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉറങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ഒന്ന് ഉണർന്ന് എഴുന്നേൽക്കണം. അതുകൊണ്ട് ഈ 3 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ സ്നേഹിക്കുക എന്നുള്ള നിയോഗവും അതിന്റെ പൂർത്തിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മറന്നു പോകരുത്, ജീവിത നിയോഗങ്ങളെ നഷ്ടപ്പെടുത്തി നാം ഒരിക്കലും ജീവിക്കാനായിട്ട് പാടില്ല. വിശ്വസിക്കുക, സ്നേഹിക്കുക, ഇത് രണ്ടുമുണ്ടെങ്കിൽ ജീവിതം സന്തോഷപ്രദമായിട്ട് മാറും. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.